നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ ജനുവരിയിൽ വിക്ഷേപിക്കും. ഭൂമിയിലെ തണുത്തുറഞ്ഞ പ്രദേശങ്ങളിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സംയുക്തമായാണ് നിസാർ എന്ന കാലാവസ്ഥാ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഭൗമോപരിതലത്തിലെ IS മലകൾ, തണുത്തുറഞ്ഞ പ്രദേശങ്ങളിലെ കാലാവസ്ഥയിലെ അതിനിർണായകമായ മേഖലകൾ തുടങ്ങിയവ സവിശേഷമായി നിരീക്ഷിക്കാനുള്ള ദൗത്യമാണിത്. അതോടൊപ്പം തന്നെ കാർഷിക ഭൂപടങ്ങൾ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ, ഹിമാലയ പർവ്വതത്തിലെ മഞ്ഞുരുക്കലിന്റെ വ്യാപ്തി, ഭൂമിയിലെ ആവാസ വ്യവസ്ഥ, ഭൂപ്രതലത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയും നിരീക്ഷണ വിധേയമാവും. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, സമുദ്രനിരപ്പ് ഉയരൽ എന്നീ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ഉപഗ്രഹത്തിന് സാധിക്കും. പദ്ധതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നാസ നടത്തിയിരുന്നു. ഉപഗ്രഹ വിക്ഷേപണം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നും നാസ വ്യക്തമാക്കി. അത്യാധുനിക റഡാർ സംവിധാനമാണ് ഈ ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1960-കൾ മുതൽ തന്നെ തണുത്തുറഞ്ഞ മേഖലകളിലെ മഞ്ഞുരുക്കം കാരണം കടൽ നിരപ്പ് ഉയരുന്നതായി ശാസ്ത്രലോകം നിരീക്ഷിച്ചിരുന്നു. കടൽ നിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പല ദ്വീപുകളും കടലിനടിയിലാവുകയും ചെയ്തു. ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പ്രത്യക്ഷമായ സൂചകമായിട്ടാണ് ഗവേഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഇത് സംബന്ധിച്ച പഠനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ഈ ദൗത്യത്തിലൂടെ സാധിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.